ഇന്ന് മാങ്ങയിട്ടൊരു മീൻകറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മീൻകറി പലതരത്തിലും ഉണ്ടാക്കാം. അപ്പം നമ്മളിന്ന് ചെയ്യണത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലൊരു മീൻകറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി മൂക്കണ്ട, പയ്യ മുളകൊക്കെ ഒന്ന് നിറം മാറിയാൽ മതി. ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടൊന്ന് ചൂടാവട്ടെ നന്നായിട്ട്. മുളകിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്ക് മീനിലേക്ക് ചേർക്കാം. ഇത് മതി. ഈ മീൻ വെക്കാനായിട്ടൊരു ചട്ടി എടുക്കാം. ചട്ടിയിലേക്ക് നമ്മൾ ഏരിയാണ് എടുത്തേക്കണത്. ഏരി ഒരു 350 ഗ്രാം ഉണ്ട് ഇത്. പിന്നെ ഒരു മാങ്ങ, അത് നീളത്തിൽ അരിഞ്ഞേക്കണതാണ്. ഇത് ഇച്ചിരി കട്ടിയുള്ള സൈസ് മാങ്ങ, പെട്ടെന്ന് അലിഞ്ഞു പോണ തരമല്ല. അങ്ങനത്തെ മാങ്ങ വേണം ഇങ്ങനെ മീൻ വെക്കുമ്പോൾ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ വഴറ്റി വെച്ചേക്കണ മസാലകൾ അതും ചേർക്കാം. പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മുറി തേങ്ങയുടെ പാലാണ്. ഇത് കുറച്ച് വെള്ളം കൂട്ടിയാണ് പിഴിഞ്ഞെടുത്തേക്കണേ. അപ്പോൾ ഇതിൽ പകുതി നമുക്കിതിലേക്ക് പൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കി ഇത്രയും വെച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം മതിയാവും മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന്. ഇനി ഇത് അടപ്പത്തേക്ക് വയ്ക്കാം. മീൻകറിയൊക്കെ തിളച്ച് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിന് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻകറിക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൂട്ടോടെ ചേർക്കാനുണ്ട്. നമ്മൾ പകുതി പാല് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വയ്ക്കാം. മീൻകറി ചാറൊക്കെ കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞെങ്കിലാണ് ഈ കറിക്ക് ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി മീൻകറിയിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് നേരം വയ്ക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെ മണമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിക്കോളും.